ഹലോ നമസ്കാരം. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്കിന്ന് സിമ്പിളായിട്ടൊരു നെഹ്റു തൊപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 40 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കാം. ചാർട്ട് പേപ്പർ തന്നെ എടുക്കണം എന്നില്ല, അത് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത്. പിന്നെ അതുമല്ല, കുറച്ച് വലുപ്പം കൂടി വേണമല്ലോ നമുക്ക് തലയിൽ വെക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ വീതിയിൽ വരുന്ന ഭാഗം എടുക്കാം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 8 സെൻറ്റിമീറ്ററിൽ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും മാർക്ക് ചെയ്യണം. ഈ രണ്ട് സൈഡിലും നമുക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് ഈ ഒരു 8 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ലൈൻസ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം മടക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് അകത്തേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി ആദ്യം ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഈ മടക്കിയ ഭാഗം തന്നെ. എന്നിട്ട് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്തു കൊടുക്കണം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലുള്ള മടക്കും താഴെയുള്ള മടക്കും സെയിം ലെവലിൽ വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട്. അളവ് ചെറുതായിട്ടൊന്ന് തെറ്റുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കാം. ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ എൻഡ് ചെയ്യുന്ന പോർഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ മടക്കി കൊടുക്കാനായിട്ട്. ഇനി ഇത് തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അകത്തേക്കായിട്ട് മടക്കി കൊടുക്കണം, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബാക്കി പോർഷൻ വരുന്ന ഭാഗം. എന്നിട്ട് നേരത്തെ മടക്കിയതുപോലെ തന്നെ ആ ഒരു ട്രയാങ്കിളിൻ്റെ എൻഡ് വരുന്ന ഭാഗം മുകളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ മടക്കിയത് നിവർന്നു പോയി, അപ്പോൾ അതുകൂടി ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കിതിൻ്റെ ഒരു സൈഡിൽ 3 ലെയേഴ്സായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആദ്യം ഇതിൻ്റെ ഒരു ലെയർ വയ്ക്കുക, പിന്നെ രണ്ടാമത്തെ ലെയർ കൂടി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ബാക്കി വരുന്ന പോർഷൻ അകത്തേക്കായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിൽ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മടക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും മടക്കുന്ന സമയത്ത്. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറിലും ചെയ്തു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 3 ലെയേഴ്സായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ 2 ലെയേഴ്സായിട്ടുമാണുള്ളത്. ഇനി ഇതൊന്ന് സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ രണ്ട് ഭാഗത്തും, അതായത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ക്യാപ്പ് നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് ഇത് മടക്കൊന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നത്. ഇത് നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ക്യാപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് ക്യാപ്പിൻ്റെ ഷേപ്പ് ആവുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഈ ഒരു ക്യാപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് ക്യാപ്പ് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആളുകൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ചിൽഡ്രൻസ് ഡേക്ക് നമ്മൾ വേറൊരു രീതിയിൽ ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏതാണോ അത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.